ഓക്കെ, നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. നമുക്ക് നമ്മുടെ സ്ട്രൈക്ക് ലെവൽസിലേക്ക് നോക്കാം. ഇന്ന് കൺഫേംഡ് ആയിട്ടുള്ള സ്ട്രൈക്ക് ലെവൽ നമുക്ക് ഉണ്ടായിരുന്നത് ഇവിടെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പി പൊസിഷൻ കയറി പോയിട്ട് ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട്. അതേസമയം ഇപ്പുറത്തെ പി പൊസിഷനും കയറി ഫസ്റ്റ് ലെവൽ തന്നെയാണ് നിൽക്കുന്നത്. ദെൻ സി പൊസിഷൻ ഇറങ്ങി ഫസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, രണ്ടെണ്ണം ടച്ചിങ് ആണ്, ഒരെണ്ണം ജസ്റ്റ് ടച്ചിങ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാം. നമുക്കിവിടെ ഒരു പി ഇടിയും എന്നുള്ളൊരു പൊസിഷൻ കിട്ടുകയാണ്. അപ്പോൾ നമുക്കിവിടെ സി കയറും എന്നുള്ളൊരു പൊസിഷനിലേക്ക് വരും. ഓക്കെ, പക്ഷേ ഇവിടെ ബാക്കിയുള്ള നമ്മളുടെ സ്ട്രൈക്കുകളിൽ ഒന്നും തന്നെ ലിക്വിഡിറ്റി വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ നമുക്ക് മറ്റൊരു സ്ട്രാറ്റജിയിലേക്ക് മൂവ് ചെയ്യാം. അതായത് ഇതേ സ്ട്രാറ്റജി തന്നെ നമ്മളിത് ഒരേ ബാങ്ക് നിഫ്റ്റിയുടെ തന്നെ 4 നോക്കിയിട്ട് 3 കൺഫേംഡ് ആണെങ്കിൽ ഒരു കൺഫർമേഷൻ ട്രേഡിലേക്ക് പോകാം എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. പക്ഷേ ഈ 2 സ്ട്രൈക്കുകളിൽ, അതായത് മന്ത് എൻഡ് സ്ട്രൈക്കുകളിൽ ലിക്വിഡിറ്റി വരാനായിട്ട് ഇനിയും വൈകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റണ്ണിങ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ ഒരേ ബാങ്ക് നിഫ്റ്റിയുടെ തന്നെ 4 നോക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ 2 ലിക്വിഡിറ്റി ഉണ്ടാകുള്ളൂ, അതുപോലെ നിഫ്റ്റിയുടെ 2 ലിക്വിഡിറ്റി ഉണ്ടാകുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് 3 കൺഫേംഡ് ആകുന്നതും എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെയും കണക്ക് നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ നമുക്കത് കുറച്ചും കൂടി കൺഫേം ചെയ്ത് പറയണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. എങ്കിലും ഞാനൊന്ന് പറഞ്ഞേക്കാം. ഇവിടെ പി പൊസിഷൻ കയറി ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നു, സി പൊസിഷൻ ഇറങ്ങി ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നു. ഇതെന്തായാലും കൺഫേം ആണ്, ടച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നിഫ്റ്റിയുടെ നോക്കാം. നിഫ്റ്റിയുടെ ഇതുപോലെ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്ന പൊസിഷൻ ഉണ്ടോ നോക്കാം. കണ്ടോ, നിഫ്റ്റിയുടെ ഈ ഒരു പൊസിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ലെവലിലേക്ക് ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഫിൻനിഫ്റ്റിയെ നോക്കാം. ഫിൻനിഫ്റ്റിയും അതേസമയം ഇറങ്ങി ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൺഫേംഡ് ആണ്. ഫിൻനിഫ്റ്റിയിൽ ഇവിടെ ഒരു കൺഫർമേഷൻ വരുന്നത് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട് അതേസമയം. ദെൻ നിഫ്റ്റിയിൽ അതേസമയം ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയിലും അതേസമയം ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കി നമുക്ക് 3 കൺഫേം ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ദെൻ നമുക്കൊന്നുകൂടെ കൺഫേം ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻഡെക്സ് ലെവൽസിലേക്കും കൂടി നോക്കാം. ഇൻഡെക്സ് ലെവൽസിൽ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ലെവൽ ഫസ്റ്റ് ലെവലാണോ നിൽക്കുന്നതെന്ന് നോക്കുക. ഫ്യൂച്ചർ അതേസമയം ഫസ്റ്റ് ലെവലിലാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കൺഫർമേഷനാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു സി പൊസിഷൻ കൺഫേം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ആ സി പൊസിഷൻ നല്ല രീതിയിലുള്ള റിട്ടേൺ അവിടെ കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് 3 കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ, അതായത് ഒരെണ്ണത്തിൽ തന്നെ 3 കൺഫേം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ട്രേഡ് ഇല്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ 3 ഇൻഡെക്സുകൾ നോക്കിയിട്ട് കൺഫേം ചെയ്യാൻ പറ്റും. നോക്കിക്കോളാം, ബാങ്ക് നിഫ്റ്റി ഇതേ നോക്കിക്കേ, ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു പൊസിഷൻ നോക്കുക. കണ്ടോ, നമ്മളുടെ ബോർഡ് ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് ആദ്യത്തെ ഫസ്റ്റ് ക്യാൻഡിൽ റൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ബോർഡ് ലൈൻ ഇവിടെ സപ്പോർട്ടാണ്, ശ്രദ്ധിക്കുക. ബോർഡ് ലൈൻ ഇവിടെ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് ബാങ്ക് നിഫ്റ്റിയുടെ. ഓക്കെ, ബാക്കി ഇവിടെ ഇത് സപ്പോർട്ടല്ല. ദെൻ ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ല, റെസിസ്റ്റൻസ് ആണെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല, ഇവിടെയും കറക്റ്റ് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സപ്പോർട്ട് ലൈനായിട്ട് ഇത് നിൽക്കുന്നു. ദെൻ നമുക്ക് നിഫ്റ്റിയിലേക്ക് നോക്കാം. നിഫ്റ്റി അതേസമയം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ പി പൊസിഷൻ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ കുറച്ചുള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കാം. അടുത്ത നമുക്ക് ഫിൻനിഫ്റ്റിയിലേക്ക് വരാം. ഫിൻനിഫ്റ്റി ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ ബോർഡ് ലൈൻ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ടും ബോർഡ് ലൈൻ നിൽക്കുന്നുണ്ട്. പി പൊസിഷനിൽ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്, സി പൊസിഷനിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. 2 കൺഫേംഡ് ഉള്ളൂ. ഇവിടെ പറഞ്ഞാൽ അത്രയും കൺഫേംഡ് എന്ന് പറയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിൽക്കുന്നു. ദെൻ നിഫ്റ്റിയിൽ അതേസമയം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റിയിൽ അതേസമയം സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് കൺഫേം ചെയ്യാം. ഇവിടെ ഒരു ഇത് വന്ന് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നു, എന്നാൽ ഇത് നമ്മളുടെ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ അങ്ങനെ ദെൻ ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇവിടെ ചെറിയൊരു ടച്ചിങ് സംഭവിക്കുന്നുണ്ട്. ദെൻ ഇവിടെ ഫസ്റ്റ് ലെവലിലേക്ക് ടച്ച് ചെയ്ത് നിൽക്കുന്നില്ല ഫിൻനിഫ്റ്റിയിൽ. ആകെ 2 സ്ഥലങ്ങളിൽ മാത്രമേ അത് കൺഫേം ചെയ്യുന്നുള്ളൂ. പക്ഷെ 3 സ്ഥലങ്ങളിലെങ്കിലും കൺഫേം ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതൊരു ആക്റ്റീവ് ട്രേഡാക്കി എടുക്കാം. എന്നാൽ നമ്മുടെ ഇൻഡെക്സ് ലെവൽസിലും അത് എവിടെയെങ്കിലും നോക്കിക്കേ, ബോർഡ് ലൈൻ കണ്ടോ, ബോർഡ് ലൈൻ അതേസമയം ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻഡെക്സ് ലെവൽസും നമ്മുടെ സ്ട്രൈക്ക് ലെവൽസും ഒരേപോലെ കൺഫേം ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു കൺഫർമേഷൻ ട്രേഡ് ആക്റ്റീവ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഇനി വരുന്ന കേസുകളിൽ നിങ്ങൾ നോക്കുക, പഴയ നമ്മളുടെ ട്രേഡൊക്കെ എടുത്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ട്രേഡ് ആക്റ്റീവ് ആണോ ഇല്ല എന്നുള്ളത് നോക്കുക. ഞാനിപ്പോൾ
ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നിയതാണ്. കാരണം നമുക്ക് ഇത് ലിക്വിഡിറ്റിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇനിയും സമയം എടുക്കും. കണ്ടോ ഈ ഒരു ഇൻഡെക്സ്, ഈ ഒരു സ്ട്രൈക്ക് ലെവൽ ലിക്വിഡിറ്റി ഇല്ല, ഇവിടെ ലിക്വിഡിറ്റി ഇല്ല. ആകെ 2 എണ്ണത്തിൽ നമുക്ക് നല്ല ലിക്വിഡിറ്റി കിട്ടത്തുള്ളൂ. ബാക്കി 2 എണ്ണം മന്ത് എൻഡ് സ്ട്രൈക്ക് അനങ്ങാതെ തന്നെ നിൽക്കും. കുറച്ച് ദിവസം പിടിക്കും. ഇത് ഒരു ഡിസംബർ പകുതിയോടെയെങ്കിലും വരും ഇതൊന്ന് ലിക്വിഡിറ്റി ആകാൻ. കണ്ടോ ഇവിടെ എങ്ങും നമുക്ക് ലിക്വിഡിറ്റി വരുന്നില്ല. ഇവിടെയും അധികം ലിക്വിഡിറ്റി എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടുണ്ടെന്നേ ഉള്ളൂ. കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് നമ്മൾ 3 ലെവൽസ് നോക്കിയിട്ട് അതിനകത്ത് എവിടെയാണ് 3ലും കൂടി കൺഫേം ചെയ്ത് വരുന്ന സിറ്റുവേഷൻസ് നോക്കി എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ട്രേഡ് കൂടി നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്ന് കൺഫേംഡ് ആയിട്ടുള്ള 3 കൺഫേം ചെയ്യുന്ന ട്രേഡ് എന്ന് പറയുന്നത് ഒറ്റ സ്ട്രൈക്കിൽ തന്നെ, അതായത് ബാങ്ക് നിഫ്റ്റിയുടെ തന്നെ സ്ട്രൈക്കിൽ 3 കൺഫേം ചെയ്യുന്ന ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. നിഫ്റ്റിയോ ദെൻ നമ്മളുടെ നിഫ്റ്റിയിലോ അങ്ങനെ ഒരു ട്രേഡിനെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റിയില്ല. ആകെ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം ഈ ഒരു ട്രേഡ് ആക്റ്റീവ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ സ്ട്രൈക്ക് ലെവൽസ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യണം. ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ.